Okay, in last class we were discussed about inverse Laplace transform. Okay, and what is the conditions that we have to be followed by doing inverse Laplace transform, and we are already discussed a numerical related to the inverse Laplace transform. Okay, but in that numerical we were discussed a question which does not specify the ROC. Okay, so we will take it as a signal as right-sided signal. Okay, and solve the answer, and finally we will get answer that is multiplied with u of t. Okay, so now next we have to discuss another numeral related to inverse Laplace transform by considering a specific ROC. Okay, so നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഒരു സ്പെസിഫിക് ROC പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ക്വസ്റ്റ്യനിൽ. സോ നമ്മളത് റൈറ്റ് സൈഡ് സിഗ്നൽസ് ആക്കി എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഫൈനൽ ആൻസറിൽ വി ആർ മൾട്ടിപ്ലൈങ് ദാറ്റ് ആൻസർ വിത്ത് യു ഓഫ് ടി. ഓക്കെ, അതാണ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ROC വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ റൈറ്റ് സൈഡ് സിഗ്നൽസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അതേ ലാപ്ലാസ് ട്രാൻസ്ഫോം, ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം തന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു ROC തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു കേസിൽ ഫൈനൽ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാന്നുള്ളതൊന്ന് നോക്കാം. Okay, so you just write down this question. The question is, find the inverse Laplace transform of x of s is equal to minus 5s minus 7 divided by s plus 1 into s minus 1 into s plus 2. Okay, this is the question. And with ROC, minus 1 less than real of s less than 1. Okay, this is the ROC. So, ഇവിടെ ഒരു specific ROC define ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം, ആ ROC കൺസിഡർ ചെയ്തിട്ട് തന്നെ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വേഗം എഴുതിയെടുക്കുക. ഓക്കെ, എഴുതിയെടുത്തില്ലേ? ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തില്ലേ? ഓക്കെ, ഗുഡ്. സോ നമുക്ക് ഓക്കെ, ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കഴിഞ്ഞ ക്ലാസ്സിന്റെ വീഡിയോസ് നോക്കണം. ഓക്കെ, അതൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റ് ആയി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് എടുത്ത് നോക്കുക കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും. Okay, so answer നമ്മൾ എന്താണ്, ഫസ്റ്റ് x of s is equal to what? Minus 5s minus 7 divided by s plus 1 into s minus 1 into s2. കൺവേർട്ട് ചെയ്യില്ല, നമ്മൾ എന്ത് ചെയ്യും, ബൈ യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതി എന്നിട്ടാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അല്ലേ. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? minus 5s minus 7 divided by s plus 1 into s minus 1 into s plus 2. Okay, that is equal to what? Okay, നോക്കുക, ഡിനോമിനേറ്ററിൽ there are 3 factors അല്ലേ, 3 factors ഉണ്ട്. സോ നമുക്ക് ഇതിനെ 3 ടേംസ് ആക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. That is a divided by x plus 1 plus b divided by s minus 1 plus c divided by s plus 2. Okay, ഇതാണ് എന്ത്, by using partial fraction method. Okay, by using partial fraction method we can write like this. ഇതുപോലെ എഴുതി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡിനോമിനേറ്റർ പാർട്ടിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ. സോ minus 5s minus 7 is equal to what? a into a ഡിനോമിനേറ്ററിൽ എന്താണ്, s plus 1 ആണുള്ളത്. ഓക്കെ, ആ ടേം ഒഴികെ ബാക്കിയുള്ള അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. minus 1 into s plus 2 plus s plus 1 into s2 plus plus into ഈ സ്റ്റെപ്പ് വരെ എഴുതാൻ നമുക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്,
we have to find the values for A, B and C. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക. അതിൽ നമ്മൾ എസിന് ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വാല്യൂസ് ഫോർ എ ബി ആൻഡ് സി ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്താണ്. സോ നിങ്ങൾ വാല്യൂസ് ഒന്ന് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞേ. വാട്ട് ഇസ് ദ വാല്യൂ ഫോർ എ, വാല്യൂ ഫോർ ബി ആൻഡ് ഫൈനലി വാട്ട് ഇസ് ദ വാല്യൂ ഫോർ സി. ഓക്കെ, ഇതിൽ എസിന് ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ ടേംസിനെ ഇക്വേറ്റ് ടു 0 ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ വാല്യൂസ് കൊടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് എന്താ എ ബി ആൻഡ് സി വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്ന് കണ്ടുപിടിച്ചേ. എന്നിട്ട് എ ബി ആൻഡ് സിയുടെ വാല്യൂസ് പറയാം. ഈ ഒരു ഇക്വേഷൻ എഴുതുന്നത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടില്ലേ? ഈ ഇക്വേഷൻ നമ്പർ 1 എഴുതുന്നത് ക്ലിയർ ആയിട്ടില്ലേ? ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? രോഷ്നി, അഞ്ജന, ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് വാല്യൂസ് ഫോർ എ ബി ആൻഡ് സി ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് കണ്ടുപിടിച്ചിട്ടൊന്ന് പറഞ്ഞേ. ഓക്കെ, ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ വാല്യൂസ് കണ്ടുപിടിക്കാം? ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ബി കോഎഫിഷ്യന്റ് ആയി വരുന്നതും സി കോഎഫിഷ്യന്റ് ആയി വരുന്നതും ടേംസ് ഈക്വൽ ടു 0 ആയിരിക്കണം അല്ലേ? നമുക്കിപ്പോൾ 3 അൺനോൺസ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതിൽ 2 അൺനോൺസിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സിംഗിൾ അൺനോൺ വാല്യൂ മാത്രം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇക്വേഷൻ നമ്പർ 1 പുട്ട് എസ് ഇസ് ഈക്വൽ ടു വാട്ട്? എയുടെ കൂടെ ഇല്ലാത്ത ടേംസ് ഏതാണ്? എസ് പ്ലസ് 1 ആണ് അല്ലേ? അത് ബിയുടെ കൂടെയും ഉണ്ട് സിയുടെ കൂടെയും ഉണ്ട്. സോ പുട്ട് എസ് ഇസ് ഈക്വൽ ടു -1 കൊടുത്താൽ എന്താകും? പുട്ട് എസ് ഇസ് ഈക്വൽ ടു -1 കൊടുക്കുകയാണെങ്കിൽ ബിന്റെ ടേം നോക്കുക. ബി -1 പ്ലസ് 1 ദാറ്റ് ഈസ് 0. ഓക്കെ, സിന്റെ ടേം നോക്കുക. ദാറ്റ് ഈസ് അഗെയിൻ -1 പ്ലസ് 1 ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 0. ഓക്കെ, സോ ബി ആൻഡ് സിന്റെ ടേംസ് വിൽ ബി റിമൂവ്ഡ് ആൻഡ് ഫൈനലി വി വിൽ ഗെറ്റ് -5s -7 is equal to a into s minus 1. Instead of s we have to put value -1. Okay, into -1 plus 2. അപ്പോൾ അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ആൻഡ് ദെൻ നോക്കുക ബിന്റെ വാല്യൂ മാത്രമാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതെങ്കിൽ എസിന് ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഓക്കെ, പുട്ട് എസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ബിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു ബിന്റെ ടേം നോക്കാതെ എൻ്റെയും സിന്റെയും ടേമിൽ മാത്രം വരുന്ന വാല്യൂസ് ഏതാണ്? എസ് -1 ആണ് അല്ലേ? അപ്പോൾ എസ് -1 ആണെങ്കിൽ പുട്ട് എസ് ഇസ് ഈക്വൽ ടു 1 കൊടുത്താൽ മതി. Okay, and if we want to find the value for c, then we have to put s is equal to what? S is equal to -2. Okay, because s plus 2 എന്ന് പറയുന്ന ടേംസ് ബിന്റെയും ആൻഡിയും കൂടെ മാത്രമേ വരുന്നുള്ളൂ. സിന്റെ കൂടെ വരുന്ന ടേംസ് s plus 1 into s minus 1 ആണ്. Okay, so if you are putting s is equal to -2, then a and b will be equal to 0. Okay, then അവിടെ ഫൈനലി c മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എന്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്? Yes, a is equal to 1. Okay, right? Then
A is equal to 1, B is equal to minus 2, and C is equal to 1. Okay, good. Right. These are the values for A, B, and C. Okay. So equation number 1 il nammal നോക്കിയാൽ different values of S substitute ചെയ്ത് കൊടുത്താൽ we will get the values for A, B, and C. Okay. A is equal to 1, B is equal to minus 2, and C is equal to 1. Okay. അപ്പോൾ ഇതാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. Okay. Then നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷനിലെ x of x is equal to ആ ഇക്വേഷനിൽ എന്ത് ചെയ്യണം? We have to substitute these values. Okay. So here x of s is equal to what? That is equal to minus 5s minus 7 divided by s plus 1 into s minus 1 into s plus 2. Okay, that is equal to a divided by s plus 1 plus b divided by s minus 1 plus c divided by s plus 2 ആയിരുന്നു. Okay, so അവിടെയുള്ള a b c ന്റെ വാല്യൂസിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Okay, so x of x is equal to what is the value of a? That is 1. Okay, so 1 by s plus 1 plus minus 2 by s minus 1 plus 1 by s plus 2. Okay, ഇതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന വാല്യൂസ്. നമുക്ക് എന്താ ടേംസിൽ കിട്ടി. നമ്മൾ ബൈ യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് നമ്മൾ എക്സ് ഓഫ് എക്സ് എന്നുള്ള ഒരു ഈ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷനെ ഈ രീതിയിലേക്ക് മാറ്റി എഴുതി അല്ലേ. ഇത് ഈ രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് എഴുതി. ഇനി നമുക്ക് ഇവിടെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം അല്ലേ. സോ എന്തായിരുന്നു final answer? Finally, we got x of x is equal to 1 by s plus 1 plus minus 2 by what? Minus 2 by s minus 1. Minus 2 by s minus 1 and plus 1 by 2. Okay. The equation itself, we highlight that the poles are at s is equal to minus 1, 1 and minus 2. Poles എവിടേക്കാണ്? minus 1. Poles വരുന്നത് s is equal to minus 1, minus 2 and 1. Okay. അപ്പോൾ ഈ മൂന്ന് വാല്യൂസിലാണ് നമുക്ക് പോൾസ് ഉള്ളത്. ദെൻ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ആർ ഒ സി ചെക്ക് ചെയ്യണം. ഓക്കെ, ആർ ഒ സി എങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ആർ ഒ സി തന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ സിഗ്നൽസിനൊക്കെ റൈറ്റ് സൈഡ് സിഗ്നൽസ് ആക്കാം. സോ ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ആ വാല്യൂവിനെ മൾട്ടിപ്ലൈഡ് ബൈ യു ഓഫ് ടി. ഓക്കെ, അതായിരുന്നു ആൻസർ. ബട്ട് ഇവിടെ നമുക്ക് സ്പെസിഫിക് ആർ ഒ സി തന്നിട്ടുണ്ട്. എന്താണ്? minus 1 less than r of s less than 1. This is the ROC. Okay, so by using this ROC, we have to plot the pole zero plot. Okay, ആദ്യം pole zero plot draw ചെയ്ത് നോക്കാം. Okay, so നമുക്ക് എങ്ങനെ വരക്കാം? Y axis is the imaginary axis and x axis is the real axis, and the poles are at minus 2, minus 1 and 1. Okay, and ROC is equal to what? ROC is equal to minus 1 less than real of s less than 1. This is the ROC. So minus 1 this. So this value and this is 1. Okay, this value. And minus 1 less than R of s. Less than R of s is region of convergence. Okay, right side 4 minus 1. And R of s less than minus 1. Which means for pole 1 it is on the left side. Okay, so this is the region of convergence. Okay, minus 1 to 1, this is the region of convergence. So നമുക്ക് ഈ region of convergence മനസ്സിലായി. നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ pole zero plot ചെയ്തു. നമുക്ക് ഏത് റീജിയനിലാണ് കൺവേർജൻസ് വരുന്നത് എന്നുള്ളത് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫൈനൽ ആൻസർ എന്താണ്? എക്സ് ഓഫ് ടി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എക്സ് ഓഫ് ടി is equal to what? That is inverse Laplace transform of x of x. Okay, so that is equal to inverse Laplace transform of what is x of x? This is x of x. Okay, നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് ഇതുപോലെ മാറ്റി എഴുതിയിട്ടുണ്ട്. So 1 by s plus 1 plus minus 2 by s minus 1 plus 1 by s plus 2. Okay, so that is equal to what? Separate inverse Laplace transform കണ്ടുപിടിക്കുന്ന സമയത്ത് we can write 1 by s plus a. What is the value? Inverse Laplace transform of 1 by s plus a is equal to e raised to minus t. Okay, 1 by s plus a is equal to e raised to minus at. Here instead of a, 1 comes. So we can write e raised to minus 1t. Okay, that is e raised to minus t plus
What is the inverse Laplace transform of minus 2 by s minus 1? That is minus 2 is a constant, then 1 by s minus 1, that is e raised to t. Okay, e raised to t, and again plus 1 by s plus 2. Inverse Laplace transform of 1 by s plus 2 is e raised to minus 2t. Okay, these are the terms. Okay, then each ടേമിനെ നമുക്ക് യു ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണോ അല്ലെങ്കിൽ യു ഓഫ് മൈനസ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. സോ നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയാണ് പോൾസ് വരുന്നത്. ROC is right side of the poles at s is equal to -2 and -1. ROC എന്ന് പറയുന്നത് -2 and -1 എന്ന് പറയുന്ന പോൾസിന്റെ റൈറ്റ് സൈഡിലാണ് വരുന്നത് അല്ലേ. പോൾ 1 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ROC വരുന്നത് അല്ലെ. അപ്പൊ നോക്കിയേ, ROC poles at x is equal to -1 and -1. And of pole at x is equal to 1. നോക്കുകയാണെങ്കിൽ പോൾസ് മൈനസ് സൈഡിലേക്കാണ് എന്ത് ROC വരുന്നത്, ആൻഡ് പോൾ 1ന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ROC വരുന്നത്. സോ നമ്മൾ ആ പോൾസിനെ കൺസിഡർ ചെയ്തിട്ട് എവിടെയൊക്കെയാണ് വരുന്നത് നോക്കാം. നമുക്ക് ഇതിൽ മനസ്സിലാവും എന്താണ് terms which has poles at -1 and -2 എന്താണ് റൈറ്റ് സൈഡഡ് സിഗ്നൽസ് ആണ് അല്ലേ. ആൻഡ് ഫാക്ടർ വിച്ച് ഹാസ് പോൾസ് അറ്റ് s is equal to 1 എന്ന് പറയുന്ന ടേമിൽ അതിന്റെ ROC എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്കാണ് വരുന്നത്. സോ അത് ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആണ്. സോ നമുക്ക് 1 by s plus 1, s plus 1 എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ പോൾ എത്രയാണ്, -1 ആണ്. സോ നമുക്ക് അതിന്റെ കൂടെ u of t മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, because that is a right sided signal. Okay, and 1 by s minus 1, s minus 1 എന്ന് പറയുമ്പോൾ s ന്റെ പോൾ എത്രയാണ്, 1 ആണ്. സോ 1 ആണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ROC വരുന്നത്. സോ ഇറ്റ് ഈസ് എ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ. സോ വി ക്യാൻ റൈറ്റ് u of minus t. Okay, because left sided. And finally 1 by s plus 2, 1 by s plus 2, its pole is at -2. Okay, pole -2 ആണെങ്കിൽ it is a right sided signal because ROC comes on the right side of the pole. Okay, so e raised to -2t into u of t because it is again right sided. So this is the final answer. Okay, എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, എക്സ് ഓഫ് എക്സിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ച് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു, ഡിഫറെന്റ് ടേംസ് ആക്കി എഴുതി, എന്നിട്ട് അതിൽ നിന്ന് ABC വാല്യൂസ് കണ്ടുപിടിച്ചു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ എന്ത് ചെയ്യാം, എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എസ് ആണ് അല്ലേ. ഇതിൽ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഓക്കെ, ബട്ട് നമുക്ക് ഇവിടെ സ്പെസിഫിക് ആയിട്ടൊരു റീജിയൻ ഓഫ് കൺവേർജൻസ് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഈച്ച് ടേംസിനെ കൊണ്ടും യു ഓഫ് ടി ആണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ യു ഓഫ് മൈനസ് ടി ആണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ROC വരക്കുക, എന്നിട്ട് അതിന്റെ പോൾസ് നോക്കുക. ഇവിടെ നോക്കുകയാണെങ്കിൽ -2 ആൻഡ് -1 രണ്ട് പോൾസിന്റെ റൈറ്റ് സൈഡിലേക്കാണ് ROC വരുന്നത്. സോ ആ പോൾസ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന ടേംസ് ഷുഡ് ബി എ റൈറ്റ് സൈഡഡ് സിഗ്നൽ ആയിരിക്കും. ഓക്കെ, ദെൻ പോൾ 1ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ROC വരുന്നത്. സോ ആ ഒരു പോള് ഫാക്ടർ ആയിട്ട് വരുന്ന ടേം ഇസ് എ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് യു ഓഫ് ടിയും യു ഓഫ് മൈനസ് ടിയും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി സ്പെസിഫിക് ആയിട്ട് ROC തന്നില്ല എന്നാണെങ്കിൽ ഒന്നുമില്ല, നമ്മൾ അതിനെ മൊത്തമായിട്ട് റൈറ്റ് സൈഡ് സിഗ്നൽസ് ആയിട്ട് അസ്യൂം ചെയ്യും, എന്നിട്ട് മൊത്തമായിട്ട് എന്ത് ചെയ്യും, യു ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. നിങ്ങൾ ഫൈനൽ ആൻസർ എഴുതി കഴിഞ്ഞാലും ഈ യു ഓഫ് ടി ആൻഡ് യു ഓഫ് മൈനസ് ടി എഴുതുന്നത് മാറിപ്പോയെങ്കിൽ ആൻസർ തെറ്റി. എന്തുകൊണ്ടാണ്, ബിക്കോസ് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ കേസിൽ റീജിയൻ ഓഫ് കൺവേർജൻസിന് നല്ലൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ 2-3 ക്വസ്റ്റിന്റെ ആൻസർ സെയിം ലാപ്ലാസ് ട്രാൻസ്ഫോം വാല്യൂ കിട്ടാം, എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു സെയിം വാല്യൂസ് കിട്ടാം, ബട്ട് അതെങ്ങനെയാണ് ഡിഫറെന്റ് ആവുന്നത്, അതിന്റെ ROC ചേഞ്ച് ആയിരിക്കും. ഓക്കെ, മോർ ദാൻ വൺ സിസ്റ്റത്തിൽ ട്രാൻസ്ഫോം ഉണ്ടാകാം, ബട്ട് ROC ഡിഫറെന്റ് ആയിരിക്കും. സോ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ കേസിൽ ROCക്ക് നല്ല സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ച് നീറ്റായിട്ട് തന്നെ എഴുതാം. ഓക്കെ, ഇപ്പൊ ഫൈനൽ ആൻസർ എഴുതി, നിങ്ങൾ എഴുതിയ ROC മീൻസ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന യു ഓഫ് ടിയും യു ഓഫ് മൈനസ് ടിയും ഒക്കെ ഡിഫറെന്റ് ആണെങ്കിൽ ആ ആൻസർ തെറ്റി. ഓക്കെ, അപ്പൊ അത് എഴുതുമ്പോൾ ശ്രദ്ധിച്ചു തന്നെ എഴുതാം. ക്ലിയർ ആണോ?
എല്ലാവർക്കും വോയിസ് എല്ലാവർക്കും ക്ലിയർ ആണോ? ഇമ്പോർട്ടൻറ്റ് സെഷൻ ആണ്. ഇത് പഠിക്കുമ്പോൾ ഒന്ന് ഇതിന് മുന്നേ ഉള്ള വീഡിയോ കൂടി എടുത്ത് നോക്കുക. ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ വീഡിയോ കൂടി നോക്കുക. അപ്പോൾ ക്ലിയർ ആവും. ഓക്കെ, സോ അപ് ടു ദിസ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ആ ഒരു ടേം ഫിനിഷ് ആയി. ഇതിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ബട്ട് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഇല്ല. ബട്ട് നമ്മൾ അതിന് നെക്സ്റ്റ് അനാലിസിസ് ഓഫ് ലാപ്ലാസ് അനാലിസിസ് സിസ്റ്റംസ് യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം അതിലൊക്കെ നമുക്ക് ഇതിന്റെ ആവശ്യമുണ്ടാവും. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സെഷനിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ സിലബസ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? അനാലിസിസ് ഓഫ് എൽ ടി സിസ്റ്റം യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എന്താണ് അനാലിസിസ്, എന്തിനാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സിസ്റ്റത്തിന് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നമുക്കിനി അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതി എടുത്തോളൂ. ഇത് അനാലിസിസ് ഓഫ് എൽ ടി സിസ്റ്റം യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഹെഡിങ് എഴുതിക്കോളൂ. Analysis of LTI system using Laplace transform. Okay, then the first question. Find the most response of a forced response the function. Find the forced response of a system with a transfer h of s is equal to 1 by s plus 0.5 in s plus for a unit step input. Okay, for a unit step input. Okay, this is the question. Find the forced response of a system with the transfer function h of s is equal to 1 by s plus 0.5 into s plus 1 for a unit step input. Okay, so എന്താണ് question? Find the forced response എന്നാണ് പറയുന്നത്. Okay, forced response means output of the system. Okay, forced response Laplace transform in the case forced response എന്ന് ചോദിച്ചാൽ അത് output of the system തന്നെയാണ്. Okay, that is we have to find what y of t. ഓക്കെ, y of t ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വേഗം ഈ ക്വസ്റ്റ്യൻ ഒന്ന് വേഗം എഴുതിയെടുത്തേ. അനാലിസിസ് ഓഫ് എൽ ടി സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞു അല്ലേ, നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് ഒരു എൽ ടി സിസ്റ്റത്തിലേക്ക് ഡിഫറെന്റ് ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് എന്ന് കണ്ടുപിടിക്കുക. ഇനി അതിന്റെ സ്റ്റെബിലിറ്റി എങ്ങനെയാണ് വരുന്നത്, അതിന്റെ കോസാലിറ്റി കണ്ടീഷൻസ് എങ്ങനെയാണ് വരുന്നത്, അതൊക്കെയാണ് അനാലിസിസ് ഓഫ് എൽ ടി സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റൻ എന്താണ്? യു ഹാവ് ടു ഫൈൻഡ് ദ ഔട്ട്പുട്ട് റെസ്പോൺസ് ഓഫ് എ സിസ്റ്റം ഹൂസ് ഇമ്പൾസ് റെസ്പോൺസ് ആൻഡ് ഇൻപുട്ട് സിഗ്നൽസ് ആർ ഗിവൺ. ഓക്കെ, ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പൾസ് റെസ്പോൺസ് ആണ്. ആൻഡ് ഓൾസോ ഇൻപുട്ട് സിഗ്നലും തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഫോർ എ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇൻപുട്ട് സിഗ്നൽ എന്താണ്? യു ഓഫ് ടി ആണ് അല്ലെ, യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് സിഗ്നൽ തന്നിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഫോഴ്സ്ഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഔട്ട്പുട്ട് റെസ്പോൺസ് ഓഫ് എ സിസ്റ്റം എന്നാണ്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വേഗം എഴുതിയെടുത്താൽ ഫിനിഷ് ചെയ്താൽ ഒന്ന് പറയാം.
Okay, is it finished? What is the question? Here we have to find, the question is to find what forced response or output response of the system. Okay, so that is we have to find y of t. Okay, this is our question. And what is y of t? Y of t is equal to inverse Laplace transform of y of s. അല്ലേ? നമുക്ക് y of t ആണ് കണ്ടുപിടിക്കേണ്ടത്. Forced response of a system എന്ന് വെച്ചാൽ it's output response of a system. Okay, so y of t is equal to what? That is inverse Laplace transform of y of s. Okay, so നമുക്ക് y of s find out ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ inverse Laplace transform കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? Forced response കിട്ടും. Okay, so first of all we have to find what y of s. Okay, question എന്താണ്? h of s തന്നിട്ടുണ്ട് and input signal is a unit step input എന്നും പറഞ്ഞിട്ടുണ്ട്. Okay, so h of s what? h of s is equal to 1 by s plus 0.5 into s plus 1. Okay, this is our h of s. And what is input x of x? എന്താണ് x of x? Okay, here it is given that x of t is equal to u of t. അല്ലേ? എന്താണ്? It for a unit step input എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലേ? അപ്പോൾ for a unit step input ആണെങ്കിൽ x of t is equal to u of t. Okay, so what is x of x? x of x is equal to Laplace transform of x of t. That is equal to what? Laplace transform of u of t. Okay, what is Laplace transform of u of t? നമ്മൾ മുന്നത്തെ ഒരു ടേബിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞു ആ ടേബിൾ ബൈ ചെയ്ത് പഠിച്ചു വെക്കുക. കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെ സഡൻ ആയിട്ട് എഴുതണമെങ്കിൽ ഹെൽപ്ഫുൾ ആണ്. ഹെൽപ്ഫുൾ മാത്രമല്ല, അത് മസ്റ്റ് ആയിട്ട് പഠിക്കുക, എന്നാലും നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി എത്രയാണ്? അനുശ്രീ, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി എത്രയാണ്? Anjana, what is Laplace transform of u of t? Okay, good. That is 1 by s. Okay, അത് നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. യു ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഫൈനലി ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by s എന്ന് കിട്ടും. ഓക്കെ, ബട്ട് അങ്ങനെ ചെയ്യേണ്ട, നിങ്ങളത് ആ കുറച്ച് ടേംസിന്റെ ഒക്കെ ലാപ്ലാസ് ട്രാൻസ്ഫോം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, സോ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 by s. x of x is equal to what? That is 1 by s. Okay, so h of s is equal to 1 by s plus 0.5 into s plus 1 and x of x is equal to 1 by s. Okay, അപ്പോൾ രണ്ട് ടേംസും കിട്ടി. So what is y of s? Okay, what is y of s? Okay, അത് വേണ്ട. നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്തായിരുന്നു? ട്രാൻസ്ഫർ ഫംഗ്ഷൻ is equal to what? ട്രാൻസ്ഫർ ഫംഗ്ഷൻ മീൻസ് എന്താണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് അല്ലെ? ഔട്ട്പുട്ട് റെസ്പോൺസ് ബൈ ഇൻപുട്ട് റെസ്പോൺസ്. ദാറ്റ് ഈസ് y of s by x of x. Okay, and here what is function? That is h of s. Okay, so from this equation we can write y of s is equal to what? That is x of or h of s into x of x. Okay, this is y of s. Now already discussed the terms are. Transfer function can be written like y of x by x of x. Okay, it is the ratio of output response to the input response or input signal, and that is equal to h of s. So we can write y of s, that is output response is equal to impulse response into input signal, that is h of s into x of s. Okay, so നമുക്ക് ഇവിടെ h of s given ആണ്, x of x നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ക്യാൻ റൈറ്റ് 1 by s plus 0.5 into x plus 1 into 1 by s. Okay, this is y of s. Okay, ഇതിൽ ഒന്നുകൂടി rearrange ചെയ്ത് എഴുതുകയാണ്. s into s plus 0.5 into s plus 1. Okay, this is y of s. Okay, അപ്പോൾ y of s കിട്ടി അല്ലേ? y of s കിട്ടി, അതൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോർമുല ആണുള്ളത്. നെക്സ്റ്റ് നമുക്ക് എന്താ, അതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചാൽ അതിന്റെ y of t വാല്യൂ കിട്ടും അല്ലേ? അതിന്റെ ഫോഴ്സ്ഡ് റെസ്പോൺസ് വാല്യൂ കിട്ടും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് അറിയാലോ. എന്താ അവിടെ യൂസ് ചെയ്യേണ്ടത്? ഈ ഒരു ടേമിനാണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് മുന്നേ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം
പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് y of s എത്രയാണ് കിട്ടിയത്? y of s is equal to 1 by s into s plus 0.5 into s plus 1. Okay, this is y of s. Okay, so നമുക്ക് ഇതിന്റെ ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പറ്റില്ല. So we have to use partial fraction method here. Okay, so by using partial fraction method, what we can write is 1 by s into s plus 0.5 into s plus 1 is equal to what? 3 terms ഉണ്ടല്ലേ, s ന്റെ 3 terms ഉണ്ട്. So നമുക്ക് a b c വരെ തന്നെ എഴുതണം. a by first term s plus b by second term s plus 0.5 plus c by s plus 1. Okay, then if add ചെയ്യുമ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ എസ് ഇൻറ്റു എസ് പ്ലസ് 0.5 ഇൻറ്റു എസ് പ്ലസ് 1 തന്നെ കിട്ടും. സോ രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ക്യാൻസൽ ചെയ്ത് കളയാണെങ്കിൽ ഫൈനലി വി ക്യാൻ റൈറ്റ് 1 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എസ് പ്ലസ് 0.5 ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് സി ഇൻറ്റു എസ് പ്ലസ് 0.5. Okay, this is our equation. Then നമുക്ക് ഇതിൽ എസിന് ഡിഫറെന്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം and find the values for a, b and c. Okay, വേഗം values കണ്ടുപിടിച്ചേ. Value for a and value for b and finally value for c.
Okay, what is the value for A, B, and C? Okay, A is equal to 2. Okay, A is equal to B is equal to minus 4 and C is equal to 2. ഓക്കെ, ബാക്കി ബോയ്സിന് കിട്ടിയിട്ടുണ്ടോ? ഷാരോൺ? So A is equal to 2, B is equal to minus 4 and C is equal to 2. Okay, if you're taking terms interchange, that is ഇവിടെ നമ്മൾ 1 by s into s plus 0.5 into s plus 1 എന്നുള്ളതിനെ a by s plus b by s plus 0.5 plus c by s plus 1 എന്നാണ് എടുത്തത്. ഓക്കെ, s plus c 0.5 എടുത്തിരിക്കുന്നെങ്കിൽ ഓക്കെ, അത് എങ്ങനെ എടുത്താൽ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് അതൊന്നും ബോധം വേണ്ട. ഈ -2 -4 equal to 2. നമുക്ക് ചെയ്യാം equal to inverse Laplace transform of equal to inverse Laplace transform of such a value for A, B, and C. Okay, so 2 by s plus minus 4 by s plus 0.5 plus again 2 by s plus 1. Okay, and what is its values? 1 by s, that is inverse Laplace transform of u, inverse Laplace transform of yes, what is its value? 2 into u of t. Okay, why? Because inverse Laplace transform of 2 by s means that is equal to inverse Laplace transform of 2 into 1 by s. Okay, inverse Laplace transform of 1 by s is u of t. Okay, and 2 into u of t is the final answer. Then next term, that is minus 4 into e raised to minus 0.5 t u of t plus e raised to minus into u of t. Okay, this is final answer. ഇവിടെ നമുക്ക് എന്താണ് എല്ലാ കൂടെ u of മൾട്ടിപ്ലൈ ചെയ്യാം. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇതിന് സ്പെസിഫിക് ആയിട്ട് ഒരു ROC ഒന്നും തന്നിട്ടില്ല. സോ വി ആർ കൺസിഡറിംഗ് ദാറ്റ് ദ സിഗ്നൽ ഈസ് എ റൈറ്റ് സൈഡ് ഓർ സിസ്റ്റം ഈസ് എ റൈറ്റ് സൈഡ് സിസ്റ്റം ഓർ ദ സിഗ്നൽസ് ഇൻ ദ സിസ്റ്റം റൈറ്റ് സൈഡ് സിസ്റ്റം. ഓക്കെ, നമുക്ക് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് വേറൊരു കോമൺ ആണല്ലോ. സോ ഈക്വൽ ടു 2 plus 4 e raised to minus 0.5 t. 2 plus അല്ല 2 minus 4 into e raised plus 2 e raised to minus t whole into എല്ലാ ടേംസ് ഓഫ് ടി കോമൺസ് നമ്മൾ ഔട്ട് സൈഡിലേക്ക് എടുത്ത് ആ ഒരു ഇക്വേഷനെ ഇതുപോലെ റൈറ്റ് ചെയ്യും. ഫോഴ്സ്ഡ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. ഇതാണ് ആൻസർ. സോ ഇതൊന്നും കൂടി ഇന്ന് തന്നെ ഒന്ന് നോക്കുക, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. നമ്പർ 1, ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ പല ചെയ്യാം. നോട്ട് ചെയ്യാം, സമയത്ത് കൂടുതലായിട്ട് ട്രൈ ചെയ്യാം.
Okay, thank you.